എനിക്കു വേണം നിന്നെ, നിരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാവിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നിരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാവിയാണെന്നാലും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 37 അതിൻ്റെ 35 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവരെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും, ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു, അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹമാർന്ന തിരുവചനത്തെ കേൾപ്പിച്ച ദൈവത്തിന് സ്തോത്രം. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. അത്രയേ ഉള്ളൂ ദൈവമക്കളെ. ദുഷ്ടന്മാരുടെ ആയുസ് അത്ര മാത്രമേ ഉള്ളൂ. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവര്, എല്ലാവർക്കും മുമ്പിൽ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ ചെന്നാലും പുറത്ത് ആരെങ്കിലും കണ്ട് ചോദിക്കുന്നവരും, എന്താ എത്ര മക്കളുണ്ട്, അല്ല എത്ര നാളെന്നാ കുട്ടികളുണ്ടാകാത്ത, എത്ര കുട്ടികളുണ്ട്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ഹൃദയത്തിൽ വേദനയോട് നിൽക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരെന്ന് ശ്രദ്ധിക്കുന്നവരുണ്ട്. ഒന്ന് പറയാൻ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ, വിശ്വസിക്കുന്നുവോ, യേശു കർത്താവിൽ വിശ്വസിക്കുന്നുവോ, ദൈവത്തിന് അസാധ്യമൊരു കാര്യമില്ല ദൈവമക്കളെ. ഇന്ന് ഇത്ര കാലം അനുഭവിച്ച നിന്ദയുടെയും പരിഹാസത്തിൻ്റെ നടുവിൽ ഒന്ന് മനസ്സ് തുറന്ന് കർത്താവിനെങ്കിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ തോന്നാം, ഇത്ര കാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ, പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒത്തിരി കാലങ്ങൾ പ്രാർത്ഥിച്ചു, ഒത്തിരി നേർച്ച വഴിപാട് കൊടുത്തു എന്നൊക്കെ പറയും. ദൈവമക്കളെ, കർത്താവ് നമ്മളെ കേൾപ്പിച്ചൊരു കാര്യം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനാണ്. ആമേൻ. കർത്താവിൽ പ്രത്യാശയുള്ളവരെ, ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെ, ഒരുപക്ഷെ നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന മക്കൾക്ക് ഈ വചനം ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. വിശ്വസിക്കുന്നവർ ദൈവമഹത്വം കാണും, ഉറപ്പാണ്. ദൈവം പ്രവർത്തിക്കും. വിശ്വാസത്തോടെ യഹോവ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവിങ്കിലേക്ക് പ്രത്യാശ വയ്ക്കുക. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. ആമേൻ. എൻ്റെ കർത്താവിനിക്ക് വേണ്ടി തരും എന്ന് പറഞ്ഞ ദൈവം തരിക തന്നെ ചെയ്യും. ഉറപ്പായിട്ട് വിശ്വസിക്കുക ദൈവമക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അടുത്ത ആണ്ടിൽ ഇതേ സമയത്ത് എൻ്റെ കർത്താവ് എനിക്ക് വലിയവ ചെയ്തു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും, ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. എത്ര മനോഹര ദൂത്! നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു. ആമേൻ. കഷ്ടകാലത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു. ഇപ്പോൾ ഈ മാർച്ച് മാസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് സാമ്പത്തിക കാര്യങ്ങളൊക്കെ തീർക്കേണ്ടതായിട്ടുണ്ട്. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കടഭാരത്തിലിരിക്കുന്നവരുണ്ട്, വ്യക്തിപരമായിട്ട് കടങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവരുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപാട് സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കാം നിങ്ങളെന്നെ ശ്രമിക്കുന്നത്. ഒന്ന് പറയാം, നമ്മളെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട് ദൈവമക്കളെ. തക്ക സമയത്ത് നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആശ്വാസത്തിൻ്റെ ദൂത് ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, യഹോവ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോഴും മനസ്സിൽ പല ചിന്തയോടുകൂടി എങ്ങനെ ഇക്കാര്യം നടത്തും, എങ്ങനെ ഇത് ചെയ്യും, ആര് സഹായിക്കും എന്നോർത്ത് തളർന്ന മനസ്സോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക, നിങ്ങൾ തളർന്ന മനസ്സ് കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കുക.
ഒരിക്കലും ദോഷമായിട്ട് ചിന്തിക്കേണ്ട. കർത്താവിൽ പ്രത്യാശയുണ്ടെങ്കിൽ തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്ന് തരും. ദൈവം മക്കളെ, വഴിയും സത്യവും ജീവനുമായ കർത്താവിൽ ആശ്രയിച്ചു തക്ക സമയത്ത് ദൈവം നമുക്കൊരു വഴി തുറന്നു തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിക്കുന്നുണ്ട്. അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഇനി ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വസിക്കുന്നവർ ദൈവം മഹത്വം കാണുമല്ലോ. വചനം ദൈവത്തിൻ്റെ ആണല്ലോ കർത്താവെ. ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷ്ടതകൾ മറന്നുല്ലസിക്കുവാൻ നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണേ. കഷ്ടകാലത്ത് കർത്താവെ സഹായിക്കാൻ ആരുമില്ലാതെ പലരുടെ മുമ്പിൽ കൈ നീട്ടി ഒരു രക്ഷയുമില്ലാതെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നേരി കർത്താവെ വിഷമിച്ചിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തോടെ ഞാനും നിൻ്റെ മക്കൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് എൻ്റെ കർത്താവെ, ആ രക്ഷയുടെ കരം അങ്ങ് നീട്ടുമല്ലോ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് സമാധാനം കൊടുക്കണമേ. അയോഗ്യമായതൊന്നും ചിന്തിക്കാതെ യഹോവ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നെന്ന് പറയുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണേ. കർത്താവെ, സന്തതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെയും പരിഹാസവും സഹിച്ച് മടുത്തവരായിട്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവെ, തളർന്ന മനസ്സോടുകൂടിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത ആണ്ടിൽ ഇതേ സമയത്ത് എൻ്റെ കർത്താവെ, നിൻ്റെ മക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു സന്തതിയെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. ആ സന്തതി കർത്താവിന് വേണ്ടി നല്ല സാക്ഷിയെ തീരുവാൻ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ മനസ്സിൻ്റെ ഭാരത്തെ ദൈവം ഏറ്റെടുക്കണമേ. കർത്താവേ, ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ കേൾക്കുവാൻ ദേശത്തെ ഭവനത്തെ സഭകളിൽ നിൻ്റെ മക്കൾ ഒരു വലിയ സാക്ഷിയെ തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവേ, കഷ്ടതയുടെ നടുവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിലുള്ള കഷ്ടതയാണെങ്കിലും അതിന് അത്ഭുതവും അതിശയമായിട്ടൊരു വിടുതൽ കർത്താവ് ഒരുക്കി കൊടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം കർത്താവേ.